വായി നോക്കി നടക്കാം. ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. അതിന് പുഴകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ, എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സാർ, അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട, അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പീഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക, അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി, ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കാം. 2 മുഴം കയറ്, ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഇരിക്കൂ. നമസ്കാരം. അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റ്ലിഹാൻ ചോദിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. ഐ എം മോഹൻദാസ്. മറ്റ് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്. ഇവിടെ ജീപ്പുണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. ആ